റെയിൽവേ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇൻ വിച്ച് കോൺ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഇഫ് എ സി ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ഫൈൻഡ് എ ബി. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എന്താണെന്ന് നൽകിയിട്ടുണ്ട്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത മൂലകൾ എന്ന് പറയുന്ന എയും ഉണ്ട്, അതുപോലെ തന്നെ ബിയും ഉണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിൽ എ സി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ എ സിയും അതുപോലെ തന്നെ ബി സിയും എന്താണ്? തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബി സിയുടെ നീളം നമുക്ക് 8 സെന്റിമീറ്റർ എന്ന് ലഭിക്കും. ഇതൊരു മട്ടത്രികോണമാണല്ലോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം കണ്ടുപിടിക്കാനാണ്. അതായത് എ ബിയുടെ നീളം കണ്ടുപിടിക്കാനാണ്. ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്താണ്? കർണം ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ പാദം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്, അതുപോലെ ലംബം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. കർണത്തിന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ ബിയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഇതിനെ നമുക്ക് 2 ഇൻറ്റു 8 സ്ക്വയർ എന്ന് എഴുതി കൂടെ? കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 8 സ്ക്വയർ എന്ന് എഴുതാം. 8 സ്ക്വയറിനെ പുറത്തോട്ട് കൊണ്ടുവന്നാലോ? റൂട്ടിന്റെ പുറത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് 8 എന്ന് കിട്ടും, റൂട്ട് 2. അപ്പോൾ ഇവിടെ നമ്മുടെ എ ബിയുടെ നീളം നമുക്ക് ലഭിച്ചിരിക്കുന്നത് 8 റൂട്ട് 2 എന്നാണ്. നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത് 8 റൂട്ട് 2 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്.